നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചൊവ്വൂരിൽ പിതാവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ കാറിടിച്ച് 6 വയസ്സുകാരന് ദാരുണാന്ത്യം. തൃശൂർ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ തഴഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കി ലാലി ജെയിംസ്. പേരാമംഗലത്ത് മദ്യലഹരിയിൽ യുവാവ് പിതൃ സഹോദരനെ മൺവെട്ടികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. നെന്മണിക്കര മടവാക്കരയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന മണിമുല്ല മനോഹര കാഴ്ചയാകുന്നു. പേരാമ്പ്രയിൽ അഗ്നിജ്വാലയുടെ മാതൃകയിൽ തീർത്ത ക്രിസ്മസ് ട്രീ ആകർഷകമാകുന്നു. വിശദമായ വാർത്തയിലേക്ക്. ചൊവ്വൂരിൽ പിതാവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ കാറിടിച്ച് 6 വയസ്സുകാരന് ദാരുണാന്ത്യം. അപകടത്തിൽ കുട്ടിയുടെ പിതാവിന് പരിക്കേറ്റു. പെരുവനം സംസ്കൃത കോളേജിന് സമീപത്തുള്ള ചൊക്കാലക്കൽ വീട്ടിൽ അരുൺകുമാർ കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകനായ കൃഷ്ണസ്വരൂപാണ് മരിച്ചത്. തൃപ്പൂണിത്തുറ ഭവൻ സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച കൃഷ്ണസ്വരൂപ്. വ്യാഴാഴ്ച ഉച്ചയോടെ ചൊവ്വൂർ കപ്പേളയ്ക്ക് സമീപത്തായിരുന്നു അപകടം. ചെറുവത്തേരി സ്വദേശിയാണ് കുട്ടിയുടെ പിതാവ് അരുൺകുമാർ. ചെറുവത്തേരി 10-മുദയം കാവടി കണ്ട് പെരുവനത്തെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഇദ്ദേഹവും മകനും സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത്. പെരുവനം സംസ്കൃത കോളേജിന് സമീപം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അരുൺകുമാറിന്റെ കുടുംബം. പരിക്കേറ്റ അരുൺകുമാറിനെ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരുൺകുമാർ മാതൃഭൂമി തൃശൂർ യൂണിറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. തൃശൂർ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ തഴഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കി ലാലി ജെയിംസ്. പാർട്ടി നേതൃത്വം പണം വാങ്ങി മേയർ പദവി വിറ്റുവെന്നാണ് ആരോപണം. നിയുക്ത മേയർ നിജി ജസ്റ്റിനും ഭർത്താവും പെട്ടിയുമായി AICC നേതാക്കളെ പോയി കണ്ടെന്നും പണം ഇല്ലാത്തതിന്റെ പേരിൽ പാർട്ടി തന്നെ തഴയുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. ഈ വർഷ കൗൺസിലർ ഞാൻ 4 തവണയായി, അദ്ദേഹം 5 തവണ, ഞാൻ 4ാം തവണ. അപ്പൊ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമുള്ള ആളുകൾ ഞങ്ങളുണ്ട്. ട്യൂഷൻ മാസ്റ്റേഴ്സിന്റെ ആവശ്യമില്ല എന്ന് തന്നെ ഞങ്ങൾ പറയും. അല്ല, അത് വരട്ടെ, അത് വന്നാലല്ലേ നമുക്ക് പറയാം. അല്ലല്ല, അങ്ങനെയൊന്നല്ല ഞാൻ പറഞ്ഞത്. രാജമല്ലൻ ട്യൂഷൻ ഇവിടെ കൊടുക്കാൻ വരരുത് ദയവുണ്ടായിട്ട്. രാജമല്ലൻ ട്യൂഷൻ എടുക്കാൻ വന്നാൽ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാജമ്പലൻ എന്ന് പറഞ്ഞ ആള് 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് എന്തു ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ വ്യക്തതയുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ആ പാർട്ടി അച്ചടക്കം ഇന്ന് വരെയും പാലിച്ചതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, KC വേണുഗോപാൽ ഗ്രൂപ്പിൽ നിൽക്കുന്ന 4 പേര് 5 പേരാണ് ഇതിന് വേണ്ടി മുഴുവൻ ചുക്കാൻ പിടിച്ചത്. ആ പേര് ഞാൻ വെളിപ്പെടുത്തില്ല. അത് നിങ്ങൾ തീരുമാനിച്ചോളെ. അതായത് ഈ 5 പേര് ഇവിടെ പല ഘട്ടങ്ങളിലായി നിജി ജസ്റ്റിന്റെ വീട്ടിലാണ് യോഗങ്ങൾ വരെ ചേർന്നിട്ടുള്ളത് പലപ്പോഴായി. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗ്രൂപ്പ് ഇല്ല എന്നാണ് ഞങ്ങളുടെ നേതൃത്വം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുകയും ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തിട്ടാണ് ഈ പണി ചെയ്യുന്നത്. പേരാമംഗലത്ത് മദ്യലഹരിയിൽ യുവാവ് പിതൃ സഹോദരനെ മൺവെട്ടിക്കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. പേരാമംഗലത്ത് മദ്യലഹരിയിൽ ബന്ധുവിനെ യുവാവ് കൊലപ്പെടുത്തി. പേരാമംഗലം കാട്ടിലേത്ത് വീട്ടിൽ പ്രേമദാസാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സഹോദരന്റെ മകനായ മഹേഷ് കസ്റ്റഡിയിൽ. മദ്യപിച്ചെത്തിയ മഹേഷ് പ്രേമദാസുമായി വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് മൺവെട്ടിക്കൊണ്ട് തലക്കടിക്കുകയും ചെയ്യുകയായിരുന്നു. നെന്മണിക്കര മടവാക്കരയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന മണിമുല്ല മനോഹര കാഴ്ചയാകുന്നു. ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ മടവാക്കര മാളിയേക്കൽ പറമ്പിൽ ഷാബുവിന്റെ വീട്ടുമുറ്റവും ടെറസുമാണ് മണിമുല്ല പൂക്കളാൽ നിറഞ്ഞിരിക്കുന്നത്. കുലകളായി പൂവിട്ട മണിമുല്ലയിൽ നിന്നുള്ള സുഗന്ധവും ഏവരെയും ആകർഷിക്കുന്നതാണ്. പെയിന്റിംഗ് കലാകാരനും പ്രകൃതി സ്നേഹിയുമായ ഷാബു സഹപ്രവർത്തകനായ ആലപ്പുഴ സ്വദേശി ആന്റണിയുടെ വീട്ടിൽ മണിമുല്ല പൂത്തു നിൽക്കുന്നത് കണ്ടാണ് അവിടെ നിന്ന് ഒരു തണ്ട് കൊണ്ടുവന്ന് നട്ടത്. 2 വർഷം മുൻപ് നട്ട മണിമുല്ലയുടെ തണ്ട് വീടിന് മുകളിലേക്ക് പടർത്തിവിട്ടെങ്കിലും ഇത്തവണയാണ് പൂവിട്ടത്. 2 ആഴ്ചക്കിടെ വീട്ടുമുറ്റവും ടെറസും മണിമുല്ല പൂക്കളാൽ മൂടിയ നിലയിലാണ്.
പോലീസുകാരനായ ഷാബു ജോലിയുടെ തിരക്കിലാകുമ്പോഴെല്ലാം മണിമുല്ല പരിപാലിക്കുന്നത് ഭാര്യ ശ്രുതിയും മക്കളായ ശിവശങ്കറും ശിവദർശും അമ്മയുമാണ്. ഇപ്പോൾ ഈ മണിമുല്ല വച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞു. വീട്ടിൽ വിരിഞ്ഞ മണിമുല്ല വസന്തം കൊഴിയുന്നതിനു മുൻപേ തിരിച്ചെത്താനാകുമെന്ന പ്രതീക്ഷയിൽ ശബരിമലയിൽ സേവനമനുഷ്ഠിക്കുകയാണ് ഷാബു. അതേസമയം മണിമുല്ല പൂവിട്ട് നിൽക്കുന്നത് കാണാനെത്തുന്ന സമീപ പ്രദേശത്തുള്ളവരെല്ലാം ഫോട്ടോയും റീൽസുമൊക്കെ എടുത്താണ് മടങ്ങുന്നത്. പേരാമ്പ്രയിൽ അഗ്നിജ്വാലയുടെ മാതൃകയിൽ തീർത്ത ക്രിസ്മസ് ട്രീ ആകർഷകമാകുന്നു. പുത്തുക്കാവ് റോഡിൽ ലോനപ്പൻ നമ്പാടിന്റെ വീടിന് സമീപത്താണ് 25 അടിയിലേറെ ഉയരമുള്ള ട്രീ സ്ഥാപിച്ചത്. അപ്പോളോ ടയേഴ്സിലെ ജീവനക്കാരനായ പേരാമ്പ്ര സ്വദേശി നമ്പാടൻ വീട്ടിൽ ജിപ്സനാണ് ക്രിസ്മസ് ട്രീ നിർമ്മിച്ചത്. ഇരുമ്പിന്റെ ചതുര പൈപ്പുകൾ കൊണ്ട് ഫ്രെയിം തീർത്ത് അതിനുള്ളിൽ തുണിയും വലിയ ഫാനുകളും ഉപയോഗിച്ചാണ് ട്രീ മനോഹരമാക്കിയത്. ഇതിലേക്ക് LED പാർലൈറ്റുകൾ കൂടി പ്രകാശമേകിയപ്പോൾ തീർത്തും അഗ്നിജ്വാല പോലെയായി. നിരവധി പേരാണ് ഈ ക്രിസ്മസ് ട്രീ കാണാനായി എത്തുന്നത്. 20,000 രൂപയോളം ചെലവഴിച്ചാണ് ഇതിന്റെ നിർമ്മാണം. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളിൽ ഈ അഗ്നിജ്വാല ട്രീ ഏവരുടെയും മനം കവരുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 70 രൂപ കൂടി ഗ്രാമിന് 12,835 രൂപ, പവന് 1,02,680 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊവ്വൂരിൽ പിതാവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ കാറിടിച്ച് 6 വയസ്സുകാരന് ദാരുണാന്ത്യം. തൃശൂർ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ തഴഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കി ലാലി ജെയിംസ്. പേരാമംഗലത്ത് മദ്യലഹരിയിൽ യുവാവ് പിതൃ സഹോദരനെ മൺവെട്ടികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. നെന്മണിക്കര മടവാക്കരയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന മണിമുല്ല മനോഹര കാഴ്ചയാകുന്നു. പേരാമ്പ്രയിൽ അഗ്നിജ്വാലയുടെ മാതൃകയിൽ തീർത്ത ക്രിസ്മസ് ട്രീ ആകർഷകമാകുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.